നമസ്കാരം. ഉളിക്കൽ വയത്തൂരപ്പന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ വന്നിരുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കാനാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിൽ കണ്ണൂർ താഴെ ചൊവ്വയിൽ കാപ്പാട് റോഡ് വഴി പള്ളിപ്പൊയിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ശ്രീ നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിലെത്താം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീ നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. ഒന്ന് ചെവിയോർത്താൽ നിശബ്ദമായ ഈ കാടിനുള്ളിൽ ചീവീടുകളുടെ ശബ്ദം കേൾക്കാം. ഒന്ന് ചെവിയോർത്താൽ ഈ കാടുകൾക്ക് പലതും പറയാനുണ്ടാകും. നാലാൾ പിടിച്ചാൽ പോലും കിട്ടാത്ത ഒരു വലിയ ആൽമരം ഒരു കാരണവരെ പോലെ വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയും. മാച്ചേരി വയലും കടന്ന് നട്ടുച്ച നേരത്ത് സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത ഈ കാടിനുള്ളിലേക്ക് നാഗാരാധനയ്ക്ക് പോലും ആളുകൾ എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നത്രേ. മണിത്തറയ്ക്ക് മുകളിലെത്താൻ പടുകൂറ്റൻ കാഞ്ഞിരമരത്തിന്റെ വേരുകൾ മാത്രമായിരുന്നു അന്ന് പടവുകളായിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് മാത്രം ഞെരുങ്ങിപ്പോകാനുള്ള വഴി. ആകാശം മറയ്ക്കുന്ന വള്ളിപ്പടർപ്പുകൾ നാഗങ്ങളെ പോലെ പടർന്നു കയറി കാഴ്ച മറയ്ക്കുന്ന ഒരു പ്രത്യേകതരം കാഴ്ച. ഇപ്പോഴും നിങ്ങൾക്ക് ഈ കാഴ്ച ഇവിടെ കാണാൻ കഴിയും. ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമാണ് ശ്രീ നാഗത്തടം സർപ്പരാജ ക്ഷേത്രം. ശിവപാർവതിമാരാണ് ഇവിടെ നാഗരൂപങ്ങളായി കുടികൊള്ളുന്നത്. ഈ നാഗക്ഷേത്രം ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. കാവു തീണ്ടിയാൽ നാടു മുടിയും എന്നറിഞ്ഞ നാട്ടുകാർ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നാഗത്തടവും കാടും സംരക്ഷിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ചില്ലിക്കൊമ്പ് ഒടിഞ്ഞു വീണാൽ പോലും ആരും എടുത്തു കൊണ്ടുപോകാറില്ല. അവിടെ തന്നെ അടിഞ്ഞ് വേരുകൾക്ക് വീണ്ടും വളമായി തീരുന്നു. ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിതമാണ് ശ്രീ നാഗത്തടം സർപ്പരാജ ക്ഷേത്രം. ശിവപാർവതിമാരാണ് നാഗരൂപത്തിൽ കുടികൊള്ളുന്നത്. ശിവന്റെയും പാർവതിയുടെയും മടിത്തട്ടിൽ ഇരിക്കുന്നത് പോലെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠ. ഗണപതി, ധർമ്മശാസ്താവ്, ഭഗവതി, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്നത്. ഇവിടെ പ്രായഭേദമന്യേ വിദ്യ കുറിച്ചു കൊടുക്കും. മറ്റു ദിവസങ്ങളിൽ എഴുത്താണി കൊണ്ടുവന്ന് വേണം വിദ്യ കുറിക്കാൻ. ഇരുട്ടാണ് ഇവിടുത്തെ മുഖമുദ്ര. ഇവിടെ വൈദ്യുതി വിളക്കിൻ്റെ പ്രകാശമില്ല. ഇരുട്ടിനെ അകറ്റാൻ മുനിഞ്ഞു കത്തുന്ന നെയ്വിളക്കിൻ്റെ പ്രകാശം മാത്രം. കിട്ടിയ വൈദ്യുതി ബന്ധം നാഗദോഷം ഭയന്ന് ഒഴിവാക്കുകയായിരുന്നു. കൊട്ടും കുരവയും ഒന്നും ഇവിടെ പഥ്യമല്ലത്രേ. ഏതോ കാലത്ത് ജീവിച്ച് എങ്ങോട്ടോ മറിഞ്ഞുപോയ ആരുടെയൊക്കെയോ നിശ്വാസം ഇവിടുത്തെ കാറ്റിലും മണ്ണിലുമുണ്ട്. ഒരു കാട് നൂറ്റാണ്ടുകളായി തപസ്സിലാണിവിടെ. ഇനി ഈ ക്ഷേത്രത്തിന്റെ കഥ കേൾക്കാൻ സമയമില്ലാത്തവർ മഹാമേരു പോലെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മരമുത്തശ്ശനെ ഒന്ന് തൊട്ടു നിന്നാൽ മതി. നൂറ്റാണ്ടുകളുടെ നിശ്വാസം കേൾക്കാം. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത 3 കിണറുകൾ ഈ കാവിനെ ജലസമ്പുഷ്ടമാക്കുന്നു.
ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്ത് ഒരു കുളമാണെങ്കിലും ഇതിനകത്ത് ഒരു കിണറുണ്ട്. മറ്റൊരു കിണർ ക്ഷേത്ര മതിൽക്കെട്ടിന് ഉള്ളിലാണ്. മറ്റൊന്ന് ഇടിഞ്ഞു തകർന്ന ഇല്ലത്തറയ്ക്ക് സമീപത്താണ്. ഈ വനം ഏറെ ഔഷധ സമ്പുഷ്ടമാണ്. ഇവിടെ വീശുന്ന കാറ്റിനു പോലും ഔഷധ ഗുണമുണ്ട് എന്നാണ് വിശ്വാസം. ഇനി ഈ ക്ഷേത്രത്തിന്റെ വഴിപാടുകളും മറ്റു കാര്യങ്ങളും അറിയാൻ ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരായ ദിനേശേട്ടനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഏറ്റവും പ്രധാനം നിത്യപൂജ നടക്കുന്ന ക്ഷേത്രമായത്. നാഗത്തിനു വേണ്ടി എല്ലാ ദിവസവും നിത്യപൂജ നടക്കുന്നു. 100 പാലഭിഷേകവും അതുപോലെ തന്നെ കടും പായസം, പാൽപ്പായസം, എല്ലാം ചോറ്, ഇതൊക്കെ പ്രത്യേകം ആയിട്ട് തന്നെ നടത്തുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും 100 പാലും അഭിഷേകം വേണം. അതുപോലെ തന്നെ കടും പായസം വേണം, പാൽപ്പായസം വേണം, ഇളനീര് അഭിഷേകം വേണം, മഞ്ഞൾ നിവേദ്യം വേണം, നെയ്യഭിഷേകം വേണം, പാലഭിഷേകം വേണം. ഇതൊക്കെ എല്ലാ ദിവസവും ഇടപെടുന്ന കാര്യങ്ങളാണ്. എല്ലാ ദിവസവും അത് തുടർന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവതിയുണ്ട്. ഭഗവതിക്ക് തിരുവക്കാടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യത്തിലൊന്ന്. ശാസ്താവുണ്ട്. ആ ശാസ്താവിന് തേങ്ങാച്ചോറാണ് പ്രധാനമായ നിവേദ്യം. ഗണപതിക്ക് ഗണപതി വാങ്ങണം, അല്ലെങ്കിൽ ഗണപതിക്ക് വെക്കുക. ഇങ്ങനെയുള്ള രീതികൾ നടക്കും. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കിട്ടുന്ന ചൈതന്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് നാഗദോഷങ്ങളുമായി വരുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. അതുപോലെ നാഗദോഷങ്ങൾ കൊണ്ട് വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന നാഗത്തിൽ സംഭവിക്കുന്ന ദോഷങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒന്നുമില്ലെങ്കിൽ അടിച്ചു വാരി ഈ ചപ്പ് ചവറുകളിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അതിന് തീയിട്ടിട്ടും അവരറിയാതെ അതിൽ നിന്ന് നാഗത്തിന് നാശങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. അവരുടെ ആ പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ദേഹമാസകലം വ്രണം ബാധിച്ചുകൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് കാണാം. അതുപോലെ തന്നെ നാഗത്തിൻ്റെ മറ്റു ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷങ്ങൾ നാഗത്തിന് നാഗസംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു പോയെങ്കിൽ, നാശങ്ങൾ വരുത്തി വെച്ചെങ്കിൽ, അതിൻ്റെയൊക്കെ ദുരിതങ്ങൾ, അത് വല്ല പ്രധാനപ്പെട്ട മരങ്ങൾ മുറിച്ചു പോയെങ്കിൽ, ആ നാഗസ്ഥാനത്തുള്ളതായ മറ്റു പിന്നെ പുറ്റുകളോ മറ്റൊക്കെ നഷ്ടപ്പെടുത്തി പോയെങ്കിൽ അവർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു കാഴ്ച പ്രത്യേകമായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഇവിടെ വരികയും അതിനു വേണ്ടുന്നതായ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുകയും അതിൽ നിന്ന് രോഗമുക്തി പ്രാപിച്ച് അസുഖങ്ങൾ ബാധിച്ചവരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ചു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അധികവും അറിഞ്ഞും അറിയാതെയും പറ്റുന്ന തെറ്റുകളാണ് ഒരുപാടുള്ളത്. അധിക സ്ഥലത്തും കുടുംബത്തിലും കുടുംബ സ്ഥലത്തും നാഗസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ ഇന്ന് അതെല്ലാം നാഗങ്ങൾ ഇതൊക്കെ നശിച്ചു പോയിട്ട് പലർക്കും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി എത്രയോ ആളുകൾ കുടുംബങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥനകളും പൂജകളും നടത്തി അവർ മോക്ഷപ്രാപ്തി നേടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രായഭേദമന്യേ ഏതൊരാളെയും ഇവിടെ എഴുത്തിനിരുത്തുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? പിന്നെ വിദ്യാരംഭം വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. എല്ലാ വിജയദശമി നാളിലും ഇവിടെ വിദ്യാരംഭം കുറിക്കും, ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും. പിന്നെ അതിനുശേഷം വിദ്യാരംഭം കുറിച്ച് ചില കുട്ടികൾക്കൊക്കെ വിദ്യ ഒരു പരിധി എത്തുമ്പോൾ അവർക്ക് ആ വിദ്യ കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. വേണ്ടത്ര അവർ ഓർമ്മശക്തി കിട്ടാതൊക്കെ ആ സന്ദർഭങ്ങളിൽ ഇവിടെ വന്ന് എഴുത്താണി വാങ്ങിയിട്ടാണ് വരേണ്ടത്. എഴുത്താണി കൊണ്ട് വന്ന് മാതാപിതാക്കൾ വന്ന് അവർക്ക് വിദ്യ കുറിച്ച് കൊടുക്കും ഭഗവാന്റെ സന്നിധിയിൽ. അത് പ്രായഭേദമന്യേ ആ എഴുത്താണി കൊണ്ട് കുറിച്ചു കൊടുക്കുന്ന ആ വിദ്യ, ആ എഴുത്താണി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. എത്രയോ കുട്ടികൾക്ക് ഇവിടുന്ന് വിദ്യ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം എത്രയോ കുട്ടികൾ ഉന്നതലങ്ങളിൽ എത്തിയിട്ടുമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും അവർക്കുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ഒന്നും ഫലിക്കാതെ ഒടുവിൽ ഈ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവർക്ക് കിട്ടുന്ന മാറ്റങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ? ജോലി ഇല്ലാത്തവർക്ക്, ജോലി നഷ്ടപ്പെട്ടവർക്ക്, സന്താനം ഇല്ലാത്തവർക്ക്, പിന്നെ അസുഖങ്ങളുള്ളവർക്ക്, ഇതൊക്കെ നന്നായി ഫലം കിട്ടിയിട്ടുണ്ട്. എത്രയോ കൊല്ലം കഷ്ടപ്പെട്ട് 10-14 കൊല്ലമൊക്കെ അസുഖമായി നിന്നിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ഒപ്പിച്ച് പ്രാർത്ഥനയും പൂജയെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ നല്ല ഇതായിട്ട്. ഇത് നമ്മളെ ക്ഷേത്രത്തിലെ അടിച്ചുതടിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ദാമോദരൻ അവരുകളാണ്. ഇവരൊക്കെയും നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
ഇവിടെ ഒരു തറ കാണുന്നുണ്ടല്ലോ, ഈ തറയുടെ പ്രത്യേകത എന്താണ്? ഇത് ആദ്യകാലത്ത് ഈ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത തറയാണ്. അതായത് ശിവനും പാർവതീനും ആയിട്ട് ഇങ്ങനെ തപസ് ചെയ്ത് അങ്ങനെ പ്രത്യക്ഷമായ തറയാണ് ഇത്. അവരുടെ ഭക്തിപൂർവ്വമുള്ള ആ അപേക്ഷ ഭഗവാൻ സ്വീകരിച്ച് നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിൽ സർപ്പരാജാവായും രാജ്ഞിയായും ഇവിടെ കുടികൊള്ളുകയാണ്. അവരെ കൂടെ തന്നെയുള്ളതാണ് പിന്നെ ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, ഭഗവതിയുണ്ട്. എല്ലാവരും ഈ ക്ഷേത്ര സന്നിധിയിൽ കുടികൊള്ളുന്നുണ്ട്. അതാണ് പരശുരാമ ചൈതന്യത്തോടു കൂടി ശിവപാർവതിമാർ ഇവിടെ കുടികൊള്ളലാണ്. അതാണ് വരുന്ന ഒരു ഭക്തനും എന്ത് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വരുന്ന ഭക്തൻ ഇവിടെ വന്ന് നിരാശനായിട്ട് മടങ്ങിപ്പോണ്ട. ഈ നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ എന്റെ വീഡിയോ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ താഴെ കൊടുത്ത ഈ നമ്പറിൽ വിളിച്ചാൽ മതി.